സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഉദയ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ ഓഫ് ഐ അവോയ്ഡ്, ബട്ട് ലേ ഓഫ് ലൈക്സ് മീ ഐ കാൺട്ട് അവോയ്ഡ്. ഇങ്ങനത്തെ വിഷയമാണ് എല്ലാ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നേരിടുന്നത്. മെയിനായിട്ട് കൊറോണയ്ക്ക് ശേഷം ഈ AI ടൂൾസ് വന്നതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് വന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിലോട്ട് മെയിനായിട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണ് കമ്പനി ലേ ഓഫ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ലേ ഓഫിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ലേ ഓഫ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ, ആ ഒരു പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ നേരിടാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കമ്പനി ലേ ഓഫ് ചെയ്യുന്നത്. മെയിൻലി ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെയാണ് മെയിൻ കാരണം. എന്തുകൊണ്ടാണ് ആ കമ്പനി ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് തള്ളപ്പെടുന്നത്? മെയിനായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി എക്സാമ്പിളായിട്ട് എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2 crores ആണെന്ന് വയ്ക്കുക. അവരുടെ ആനുവൽ സ്പെൻഡ് എന്ന് പറയുന്നത് 1.5 crores ആണെന്ന് വയ്ക്കുക. പക്ഷേ ആ ഇയർ ആ കമ്പനി പെർഫോം ചെയ്തത് വെറും ഒരു 50 to 60 lakhs ആണെങ്കിൽ ആ കമ്പനി ഉറപ്പായിട്ടും ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അന്നേരം മാക്സിമം എല്ലാ കമ്പനിയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചാടി കയറി ലേ ഓഫിലോട്ട് പോവില്ല. കാരണം അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും അല്ലേ. ഫസ്റ്റ് അവർ ചെയ്യുന്ന മാക്സിമം അൺവാണ്ടഡ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കും. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഹയസ്റ്റ് ബേണിംഗ് മണി ആയിട്ടുള്ള റിസോഴ്സ് റീസ്ട്രക്ചറിങ് എന്ന് പറയും. എന്നിട്ടും കമ്പനി ടേക്ക് ഓവർ ആവുന്നില്ല എന്നുണ്ടെങ്കിലാണ് അവർ ഈ ലേ ഓഫിലോട്ട് പോകുന്നത്. ആരൊക്കെയാണ് ലേ ഓഫ് ആവാൻ കൂടുതൽ ചാൻസ്? മെയിൻലി ഹൈലി പെയ്ഡ് ആയിട്ടുള്ളവർക്കെല്ലാം പണി കിട്ടും. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹൈലി പെയ്ഡ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനെയും കൂടുതൽ ചാൻസസ് ഹൈ ആയിരിക്കും. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് റീസെൻ്റ്ലി ജോയിൻ ചെയ്തവർ. മിനിമം ഒരു 6 months താഴെ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ലേ ഓഫ് ആവാൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് കുറേ നാളായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുകയും ഇച്ചിരി അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ചിൽ പേ ചെയ്യുന്നത്, അതായത് ഹൈന്ന് താഴെ നിൽക്കുകയും അപ്സ്കില് ചെയ്യാത്ത ആൾക്കാർക്കെല്ലാം പണി കിട്ടും. ഇങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ ലേ ഓഫ് ആവാൻ ചാൻസ് കൂടുതൽ. പിന്നെ നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി ഇല്ലാത്തവർ. നല്ല എംപ്ലോയി ആയിരിക്കും, നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നവരായിരിക്കും, ആ കമ്പനിയിൽ യാതൊരു ഡിപ്പെൻഡൻസി ഇല്ല. അതായത് അയാൾ ആ കമ്പനിയിൽ നിന്ന് പോയാലും വേറെ ആൾക്കാരെ വെച്ച് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്കും പണി കിട്ടും. ഇങ്ങനത്തെ 4 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് ലേ ഓഫ് ആവാൻ കൂടുതൽ ചാൻസ്. ഇങ്ങനത്തെ ലേ ഓഫിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. മെയിനായിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ ആ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ആ ഒരു കമ്പനിയുടെ മാക്സിമം ഏരിയയിൽ കവർ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് ലേ ഓഫിൻ്റെ ചാൻസസ് വളരെ കുറവായിരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ അപ്സ്കില് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ ടെക്നോളജീസ് പഠിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ചിലപ്പോൾ ലേ ഓഫിൽ നിന്ന് രക്ഷപ്പെടാൻ ചാൻസുകൾ കൂടുതലാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മാക്സിമം ഡിപ്പെൻഡൻസി ഉണ്ടാക്കുക, മേക്ക് ഡിപ്പെൻഡൻസി. അതായത് നിങ്ങൾ ആ കമ്പനിയിൽ ഇല്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ള ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ചാൻസസ് വളരെ കുറവാണ്. അത് നിങ്ങളെ ലേ ഓഫ് ചെയ്യാൻ മാക്സിമം ഒരു 10%, 5% ചാൻസേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലേ ഓഫിൽ നിന്നും ഒരുവിധം രക്ഷപ്പെടാൻ പറ്റും. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ലേ ഓഫ് ആയെങ്കിൽ ഈ ലേ ഓഫിനെ നമുക്ക് എങ്ങനെ നേരിടാം, അഥവാ ലേ ഓഫ് ആയെങ്കിൽ നമുക്ക് എങ്ങനെ, എല്ലാവരും ലേ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു മാനസിക അവസ്ഥയിലായിരിക്കും, ഭയങ്കര ഡിപ്രഷൻ മോഡിലോട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അവസ്ഥകൾ നമുക്ക് ഒഴിവാക്കാൻ മെയിനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെയാണ് നമ്മളും നേരിടാൻ പോകുന്നത്. ചിലർക്ക് ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ലാത്തവർ ഉണ്ട്, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു മാസം ജോലിക്ക് പോയാലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അല്ലാതെ നമുക്ക് കുട്ടികൾ കാണും, പാരൻസ് കാണും, അവരെ നോക്കണം. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സാലറി ഫോർ എക്സാമ്പിൾ ഒരു 50,000 ആണെന്ന് വയ്ക്കുക. നിങ്ങളുടെ മന്ത്ലി
സ്പെൻഡ് എത്രയാണെന്ന് നോക്കുക. ഒരു 35,000 ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം റൺവേക്കുള്ള എമൗണ്ട് നിങ്ങൾ കരുതി വയ്ക്കുക. അതായത് ഏകദേശം ഒരു 3.5 lakhs to 4 lakhs എപ്പോഴും ലിക്വിഡ് മണിയായിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുക. ഇതുപോലൊരു ലേ ഓഫ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓടിപ്പോകാനുള്ള വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഫിനാൻഷ്യലി ക്രൈസിസ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും കോർപ്പറേറ്റ് ഇൻഷുറൻസ് കാണും, അതിനെ ആയിരിക്കും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ജോലി പോയി കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഇൻവാലിഡ് ആകും. അപ്പം നമുക്ക് പേഴ്സണലായിട്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഫാമിലീസിനും പാരൻസ് ഉള്ളവരാണെങ്കിൽ പാരൻസിനും എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ലേ ഓഫ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അന്നേരം ഈ ഇൻഷുറൻസ് നമുക്ക് ഉപകരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുകയും എപ്പോഴും നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ജോലി നഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3 to 6 months എടുക്കും സ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അങ്ങനെ കുറേ സമയങ്ങൾ നിങ്ങൾക്ക് വേസ്റ്റ് ആകാം. സ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പുതിയ ജോലിയിലോട്ട് പ്രവേശിക്കാൻ കഴിയും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കണക്ട് വിത്ത് നെറ്റ്വർക്ക്. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ കൂടുതൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായി കൂടുതൽ സൗഹൃദത്തിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് വഴി കണക്റ്റഡ് ആയിട്ടിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാനും അങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് റെഫറൽ മൂലം ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് കമ്പനി എന്തുകൊണ്ടാണ് ലേ ഓഫ് ചെയ്യുന്നത്, ഒരു ലേ ഓഫിൽ പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അഥവാ നമ്മൾ ലേ ഓഫ് ആയിക്കഴിഞ്ഞാൽ അത് പ്രിക്കോഷണറി മെഷറായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഇസ് ഉദയ് സൈനിങ് ഓഫ്. ബൈ ബൈ.